ദീപ്തി, ഞങ്ങളിപ്പോൾ നിൽക്കുന്ന കൊച്ചിയിലെ പോലീസ് ക്ലബ് ആസ്ഥാനത്തിന് മുമ്പിലാണ്. ഇത്രയും നേരമായിട്ടും പ്രതികളിൽ 3 പേരും പോലീസിനോട് യാതൊരു സഹകരണ മനോഭാവം കാട്ടിയിട്ടില്ലെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിനെ DIGയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഉന്നതതല ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതികൾ ഒന്നും സംസാരിക്കാതിരുന്നാൽ ഇതിന്റെ പിന്നിലുള്ള കുറ്റവാളികളുടെ അടുത്തേക്ക് എത്താനുള്ള സമയം അതിനനുസരിച്ച് അതിക്രമിച്ച് വരികയാണ് ചെയ്യുക. കൊല്ലപ്പെട്ടവർ നമ്മുടെ നാടിന് ഏറ്റവും വേണ്ടപ്പെട്ടവരായ കൃഷ്ണപുരം കൊട്ടാരത്തിലെ മഹേന്ദ്രവർമ്മയെ അദ്ദേഹത്തിന്റെ ഭാര്യയുമായതിനാൽ കേസ് അന്വേഷണം ദ്രുതഗതിയിലാക്കണമെന്നാണ് മന്ത്രി ജോസഫ് മാത്യു പറഞ്ഞിരിക്കുന്നത്. എന്തായടോ ആ മരുന്നിലും ഒഴിഞ്ഞോ? എവിടുന്ന് സുഗുണൻ സാറ്? ഏവന്മാർക്ക് കൊമ്പത്ത് പിടിപാടുള്ളവരല്ലേ, അതുകൊണ്ടാണല്ലോ അഹങ്കാരത്തോടെ മൂന്നും ഇരിക്കുന്നത്. അല്ല, അവന്മാർക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അത് പിന്നെ നമ്മൾ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിക്കൊടുത്ത ചോറിന് അവർക്ക് വേണ്ട പോലും ബിരിയാണി മതിയെന്ന്, അതും മട്ടൻ ബിരിയാണി. എന്ത് ചെയ്യാം, ഗുണ്ടകളെ പേടിക്കേണ്ട കാല. താനൊരു കാര്യം ചെയ്യണം, 3 മട്ടൻ ബിരിയാണി വാങ്ങി അവന്മാരുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കുക. കേസ് അന്വേഷണത്തിൽ വരുന്ന ഏമാൻ ആരാണാവോ? ഇതുവരെ മുകളിൽ നിന്നൊരു ഫോൺ കോൾ പോലും വന്നിട്ടില്ല. പുതിയ കേസ് അന്വേഷണത്തിന്റെ ഏമാനെ കെട്ടിയെടുത്ത അയാളുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കണം നമ്മളെല്ലാവരും. ആർക്കറിയാം ഇവന്മാരുടെ അടുത്തുനിന്നും പണം വാങ്ങുന്നത് നമ്മളെ ഭരിക്കുന്നവരാണോ അല്ലയോ എന്ന്. ഇതാ കാശ്, കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുക്കുക. ശരി സാർ. എടോ മാധവ, അവന്മാര് ഭക്ഷണം കഴിച്ചോ? ഓ സാറേ, ഭക്ഷണം കഴിച്ച് മറന്നു കിടക്കുക. ഞാൻ കയറി കിടക്കാൻ പറഞ്ഞിട്ട് ഇവിടെ ഒരു മൈൻഡ് പോലും ഇല്ല. പെട്ടെന്നാണ് SI സുഗുണന്റെ മുമ്പിലുള്ള ലാൻഡ് ഫോൺ ബെല്ലടിച്ച്. ഇനി ഇത് ഏത് കുരിശാണാവും? അല്പം മുഷിച്ചിലൂടെ സുഗുണൻ SI ഫോൺ എടുത്തു. ഹലോ. മറുതൽക്കിൽ നിന്നും കേൾക്കുന്ന ഓരോ വാക്കിൽ നിന്നും അയാളുടെ മുഖത്ത് വ്യത്യസ്തമായ ഭാവങ്ങൾ മിന്നിമറയാൻ തുടങ്ങി. ഇരുന്നിടത്തുനിന്ന് അറിയാതെ തന്നെ അയാൾ എഴുന്നേറ്റ് നിന്നു. നിമിഷ നേരം കൊണ്ടാണ് അയാളുടെ മുഖമാകെ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞത്. സർ, മനസ്സിലായി സർ. ശരി സർ. ഫോൺ വെക്കലും അയാൾ മാധവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എടോ മാധവ, ആ 3 പിടിച്ച സെല്ലിലോട്ടിട്ട് സെല്ല് പൂട്ട്. പേടിച്ചു വിറച്ചുകൊണ്ട് നിൽക്കുന്ന സുഗുണൻ സാറിനെ ആദ്യമായി കാണുന്ന പോലെ മാധവൻ CP നോക്കിയിരുന്നു. എന്താ സാർ, ഇതൊരു സാറിന് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ആരാ വിളിച്ച്? മുകളിൽ നിന്നാണോ? അതേടോ, അതെ മുകളിൽ. താൻ പോയി അവന്മാരൊക്കെ സെല്ലിടോ, ഇല്ലെങ്കിൽ നമ്മളെല്ലാം ജോലി ഇപ്പൊ തെറിക്കും. ശരി സാർ. മാധവൻ CP ഓടി പ്രതികളുടെ ഹാളിലേക്ക് അയച്ചെന്നു. നിങ്ങൾ 3 പേര് എഴുന്നേറ്റ് ആ സെല്ലി പോയി കിടക്ക്. എന്തോ എങ്ങനെ? കൂട്ടത്തിലുള്ള ഒരുവൻ അയാളെ പൂച്ചിച്ചുകൊണ്ട് മാധവനോടായി ചോദിച്ചു. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി, എഴുന്നേൽക്കാല്ലേ പറഞ്ഞു. CP മാധവൻ അല്പം ശബ്ദമുയർത്തി തന്നെ 3 പേരോടായി പറഞ്ഞു. എടോ കിളവൻ CP, ഞങ്ങളെ ഭരിക്കാനെന്ന് പറഞ്ഞ കേട്ടോ. പിന്നെ താൻ എവിടുന്ന മട്ടൻ ബിരിയാണി വാങ്ങിയത്? ഒരു വകക്ക് കൊള്ളില്ല. അപ്പോഴേക്കും സുഗുണൻ SI അകത്തേക്ക് കയറി വന്നു. എന്താടാ യുവമാര് പറയുന്നത് കേൾക്കുന്നില്ലേ? ഇല്ല സർ, യുവമാര് പറയുന്നത് കേൾക്കുന്നില്ല. സാറിന് ആരെ വിളിച്ച്? അത് പിന്നെ പെട്ടെന്നാണ് പോലീസ് സ്റ്റേഷൻ മുമ്പിലേക്ക് സൈറൻ മുഴക്കിക്കൊണ്ട് ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു. സൈറന്റെ ശബ്ദം കേട്ട് സുഗുണൻ SIയുടെ മുഖമെല്ലാം വിവരണമായി മാറി. വാണോ, എല്ലാവരും കുന്നുപോലെ വിഴുങ്ങിക്കാതെ. അയാൾ തന്റെ തൊപ്പിയും എടുത്ത് ഓടി പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടു. കാറിന്റെ ഫ്രണ്ട് ഡോർ തുറന്നു പുറത്തേക്ക് ഇടതുകാൽ ഭൂമിയിലേക്ക് വെച്ച് ചവിട്ടുന്നവന്. ഒരു നിമിഷം അവന്റെ കാൽപാദം ആ പോലീസ് സ്റ്റേഷനിൽ പതിഞ്ഞതും ശ്വാസമെടുക്കാൻ മറന്നുകൊണ്ട് സുഗുണ SI മുന്നിലേക്ക് തന്നെ നോക്കി നിന്നു. ബലിഷ്ഠമായ പേശികളോടുകൂടിയ കൈകൾ കൊണ്ട് ഡോറ് തുറന്നവൻ പുറത്തേക്കിറങ്ങി. സുഗുണൻ SIയുടെ പുറകിലായി വന്ന ബാക്കിയുള്ള പോലീസ് കോൺസ്റ്റബിളുമാർ മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് പേടിച്ചു വിറച്ചുപോയി. CP മാധവൻ മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് അയാളുടെ നാവിൽ നിന്ന് അറിയാതെ അവന്റെ നാമം ഉച്ചരിച്ചു. രുദ്രദേവായി. ഗ്ലാസ് എടുത്തു മാറ്റി തറയിലുണ്ടായിരുന്ന IPS മുദ്ര പതിപ്പിച്ച തൊപ്പിയൊന്ന് ശരിയാക്കി വെച്ചു അവൻ മുന്നോട്ട് നോക്കിയതും സുഗുണനടക്കം എല്ലാവരും അവനെ നോക്കി നീട്ടി വലിച്ചൊരു സല്യൂട്ട് നൽകി. സർ, വെൽക്കം ടു കൊച്ചി. ഒരു പുച്ഛച്ചിരിച്ചുകൊണ്ട് രുദ്രദേവ് പോലീസ് സ്റ്റേഷനിലേക്ക് തന്റെ ഇടതുകാലിൽ ചവിട്ടിക്കൊണ്ട് കയറി ചെന്നു. എടോ CP, എത്ര നേരം ഞാൻ തന്നോട് സിഗരറ്റ് ചോദിക്കുന്നു, തനിക്കെന്താണോ കൊണ്ടുവരാൻ ഒരു വിഷമം പോലെ? എടോ തന്നോടാ, എടാ കളവോ, എടാ. ഒരു നിമിഷം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല. തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുവൻ ചുമരിലിടിച്ച് തൊട്ടപ്പുറത്തായിട്ടുള്ള ഭാഗത്തേക്ക് തെറിച്ച് വീഴുന്നതാണ് അവർ കാണുന്നത്. ആരോ തങ്ങളുടെ മുമ്പിലായി വന്നിരിക്കുന്ന പോലെ തോന്നിയ ആ 2 പ്രതികളും മുന്നിലേക്ക് നോക്കിയത് കണ്ടു. കണ്ണുകളിൽ അഗ്നി നിറച്ചുകൊണ്ട് നിൽക്കുന്ന സാക്ഷാൽ രുദ്രദേവിനെ. നീയാണോടാ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവനെ കൈവച്ച്? അതിനു മാത്രമൊക്കെ നീ വളർന്നോടാ IPS ഓഫീസർ രുദ്രദേവ്. രുദ്രദേവിന്റെ നെഞ്ചിലായി പതിപ്പിച്ചിരിക്കുന്ന നെയിം പ്ലേറ്റിൽ നോക്കിക്കൊണ്ട് ആ കൊലയാളി ആക്രോശിച്ചുകൊണ്ട് ചോദിച്ചു.
അകത്തെ ഹാളിൽ നിന്നുള്ള പ്രതികളുടെ ശബ്ദം പുറത്തേക്ക് കേട്ടതും അവിടെയുണ്ടായിരുന്ന എല്ലാ പോലീസുകാരും ഞെട്ടിത്തരിച്ചു പോയി. പരസ്പരം ഭയത്തോടെ അവർ മുഖത്തോട് മുഖം നോക്കിയതിനു ശേഷം ബോധോദയം വന്നപോലെ ഹാളിലേക്ക് ഓടിച്ചെന്നു. അവിടുത്തെ കാഴ്ചയിൽ പോലീസുകാരൊന്ന് വിറച്ചുപോയി. തന്റെ കയ്യിലുണ്ടായിരുന്ന ലാത്തിയെടുത്ത് രുദ്രൻ ഒരു പ്രതിയുടെ കൈകൾ ടേബിളിന്റെ മുകളിലേക്ക് വെച്ച് തുടരെ തുടരെ അടിക്കുകയായിരുന്നു. ഇത് കണ്ട് മറ്റൊരുവൻ പേടിച്ച് ചുമരിനടുത്തേക്ക് നീങ്ങിയിരുന്നു. മറ്റൊരുവനാണെങ്കിൽ നേരത്തെ രുദ്രദേവന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ചവിട്ടി ബോധം ഇതുവരെ വന്നിട്ടുകൂടെയില്ല. അമ്മാതിരി ചവിട്ടായിരുന്നു രുദ്രന്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. അവന്റെ അടുത്തേക്ക് പോവാനോ ആ പ്രതികളൊന്നും ചെയ്യില്ലെന്ന് പറയാനോ സുഗുണസയുടെ നാവ് പൊങ്ങിയില്ല. ഇനി എന്നെ കൊല്ലല്ലേ സാറേ, ഞാൻ സത്യം പറയാം. എടോ SI സുഗുണ. എന്തോ സാറേ? എഴുതിയെടുക്കണോ ഇവന്മാരുടെ മൊഴികൾ, ഒന്നും വിട്ടുപോരുത്. കൊലയാളിയിൽ ഒരുവനായ സുമേഷിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് രുദ്രദേവ് പറഞ്ഞു. വള്ളി പുള്ളി തെറ്റാതെ എല്ലാം പറയണം. ഞാൻ അന്വേഷണത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോ നീ പറഞ്ഞതിലെന്തെങ്കിലും പാകപ്പിഴയുണ്ടെന്നറിഞ്ഞ പിന്നെ നാളെ നീ സൂര്യോദയം കാണില്ല. ഇപ്പൊ നിനക്ക് കിട്ടിയ ഈ തല്ലുണ്ടല്ലോ, അത് വെറും സാമ്പിൾ മാത്രമാ. ഇനി തല്ലില്ല, കൊല്ലുകയാണ് ചെയ്യുക. കൊന്ന് കെട്ടിത്തൂക്കി ആത്മഹത്യാശ്രമാക്കി മാറ്റും ഞാൻ. നിനക്ക് ശരിക്കും ഈ രുദ്രദേവ് IPSനെ കുറിച്ച് അറിയില്ല. മുകളിൽ നിന്നുള്ള ഏമാമാര് നിന്നോട് ചോദിക്കും എന്തു പറ്റിയതാ നിന്റെ കൈകൾക്കെന്ന്. അപ്പൊ നീ പറയണം ഓടി രക്ഷപ്പെടുമ്പോ അറിയാതെ നിലതെറ്റി വീണ കൈ എവിടെ വെടിച്ച് വീങ്ങിയതാണെന്ന്. എന്താ പറയാ, ഒന്ന് പറഞ്ഞേ. ഓടി രക്ഷപ്പെടുമ്പോ നിലതെറ്റി വീണതാണെന്ന്. ഗുഡ് ബോയ്. ഒരു നിമിഷം രുദ്രദേവിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും സുമേഷ് ഒന്ന് ഭയന്നു. അവന്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് FIR തയ്യാറാക്കുന്ന സുഗുണന്റെ അവസ്ഥയെ മറിച്ചല്ലായിരുന്നു. അയാളുടെ കൈവിരലുകൾ പോലും ആ സമയം വിറച്ചുപോയി. കാറ്റുപോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന രുദ്രദേവിനെ നോക്കി അവിടെയുള്ള എല്ലാവരും സ്തംഭിച്ചിരുന്നു പോയി. ഹോ, ഇപ്പൊ എന്താ സാർ ഇവിടെ സംഭവിച്ചത്? കേട്ടറിവുള്ള രുദ്രദേവ് IPS ഇതാണോ? പുതുതായി വന്ന കോൺസ്റ്റബിൾ രാജേഷ് അവരോട് ചോദിച്ചു. ഇതാണ് SP രുദ്രദേവ് IPS. ഡെവിള. ഡിപ്പാർട്ട്മെന്റിന്റെ അകത്തും പുറത്ത് അദ്ദേഹത്തെ വിളിക്കുന്ന ഇരട്ടപ്പേരാ ഡെവിളെന്ന്. ഇതുവരെ അന്വേഷിച്ച കേസുകളെല്ലാം ഒന്നിനൊന്നും മെച്ചം. ടോപ്പ് റാങ്കുകളിൽ എപ്പോഴും ഇടം പിടിക്കുന്നവൻ. പക്ഷേ കരുണ, അനുകമ്പ, സ്നേഹം ഇതൊന്നും അടുത്തുകൂടെ തൊട്ട് തീണ്ടിയിട്ടില്ല. മുന്നിൽ വരുന്ന ശത്രുക്കളുടെ കാലൻ. ഒരു നിമിഷം ബാക്കിയുള്ള പോലീസുകാരെല്ലാവരും അവൻ പോയ വഴിയെ തന്നെ ഉമിനീരിറക്കിക്കൊണ്ടങ്ങനെ നോക്കി നിന്നുപോയി. വാടിയ ചേമ്പിലത്തണ്ട് പോലെ കിടക്കുകയാണ് അവൾ. നിതമ്പ വരെയുള്ള മുടിയഴകൾ ഒരു നാഗത്തെ പോലെ ആ കട്ടിലാകെ പരന്ന് കിടക്കുന്നുണ്ടായിരുന്നു. മോളെ മിത്രേ. മുത്തശ്ശന്റെ ശബ്ദം കേട്ടതും മിത്ര പതിയെ കണ്ണുകൾ തുറന്നു. അപ്പോഴും ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മുത്തശ്ശ, എന്റെ അച്ഛനും അമ്മ എന്നെ വിട്ടുപോയില്ലേ? കരയില്ലേ മോളെ, എല്ലാം വിധിയാ. മോള് എഴുന്നേറ്റ് ഈ കഞ്ഞി കുടിക്കുക. ഇല്ലെങ്കിൽ ഈ മുത്തശ്ശനും പിന്നൊന്നും കഴിക്കില്ല. കുട്ടി ഇങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുന്നത് കണ്ടിട്ട് ഈ വയസ്സിന് എന്തുമാത്രം വിഷമമുണ്ടെന്നറിയോ? മഹിയും പോയി, ലക്ഷ്മി മോളും പോയി. ഇപ്പൊ ഇളമുറ തമ്പുരാട്ടിയായ മുത്തശ്ശന്റെ കുഞ്ഞ് മാത്ര ഈ കോവിലകത്തിന്റെ ഏക അവകാശി. എന്റെ മോള് സൂക്ഷിക്കണം, ചുറ്റും ശത്രുക്കളാ. നിന്നെ കാക്കാൻ ഒരുവൻ വരും. ഇടയ്ക്കിടയ്ക്ക് നിന്റെ അച്ഛൻ അങ്ങനെ എന്നോട് പറയാറുണ്ട്. പക്ഷേ ആരാണെന്ന് ഈ മുത്തശ്ശന് നിശ്ചയമില്ല കുട്ടിയെ. കാത്തിരിക്കാൻ നമുക്ക്, അങ്ങനെ ഒരു രക്ഷകന് വേണ്ടി. മിത്ര കാണുകയായിരുന്നു. തന്റെ മുത്തച്ഛന്റെ മുഖത്ത് അത്രയും നേരമുണ്ടായിരുന്ന ഭയം എന്ന വികാരം മാറി. അവിടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭാവമായിരുന്നു അദ്ദേഹത്തിന് ആ സമയം. ആരാണവൻ? ആരാണ് എന്റെ അച്ഛൻ പറഞ്ഞ എന്റെ രക്ഷകൻ? മിത്ര അവളോട് തന്നെ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു. ഒരു മാസത്തിന് ശേഷം, ഇതങ്ങ് പിടിപ്പിക്കുക. തന്റെ കയ്യിലുണ്ടായിരുന്ന മദ്യത്തിന്റെ ഒരു ഗ്ലാസ് സൂരജ് രുദ്രന് നേരെ നീട്ടിക്കൊണ്ട് അവനോടായി പറഞ്ഞു. സൂരജിന്റെ കയ്യിലുണ്ടായിരുന്ന മദ്യത്തിന്റെ ഗ്ലാസ് വാങ്ങി ഒരു സിപ്പ് എടുത്തുകൊണ്ട് രുദ്രൻ വീണ്ടും കണ്ണുകളടച്ച് ചെയറിലേക്ക് ചാഞ്ഞിരുന്നു. എടാ രുദ്ര, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച എങ്ങനെയാ? നീ ഇപ്പൊ അന്വേഷിക്കുന്ന കേസാക്കി എട്ടുപണിഞ്ഞ് അടയ്ക്കാണെന്ന് എനിക്കും അറിയാം. എങ്കിലും നീ വെറുതെ ടെൻഷൻ അടിച്ച് ഓരോന്ന് വരുത്തി വെക്കണ്ട. അല്ലെങ്കിലും നിനക്കറിയുന്നല്ലേ ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ. നീ ഇപ്പൊ ലീവ് എടുത്ത് അന്വേഷിക്കേണ്ട കാര്യം എന്താ? എടാ, പക്ഷെ നീയല്ലേ പറഞ്ഞത് ആ പ്രതികൾ കുറ്റം സമ്മതിച്ചു, കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞെന്ന്. പിന്നിപ്പം നിനക്കെന്താ ഇത്ര വലിയ ആലോചന? സൂരജ് ചോദിച്ചിട്ടും രുദ്രനൊരു മറുപടിയും പറയാതെ വീണ്ടും ആലോചിക്കുന്ന കണ്ടും അവനാകെ വിറഞ്ഞു കയറി. ആ ഗോപേ, ഞാൻ നിന്നോടാ ചോദിക്കുന്നത്. നീ എന്താ ഒന്നും മിണ്ടാത്തെ? മൗനവ്രത്തിലാണോ? സൂരജിന്റെ ചീറിക്കൊണ്ടുള്ള ചോദ്യം കേട്ടതും രുദ്രൻ പതിയെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. അവന്റെ ദേഷ്യം കൊണ്ട് മുറുകിയ മുഖത്തോടെയുള്ള നോട്ടത്തിൽ സൂരജ് ഒന്ന് പതറി. അല്ല, അത് പിന്നെ നിനക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. കാരൻ ഇപ്പൊ തന്നെ എന്നെ ചുവരിന്ന് വടിച്ചെടുക്കേണ്ടി വന്നേനെ.
സൂരജ് അറിയാത്തന്നെ രുദ്രനെ നോക്കി ഉമിനീരിറക്കിപ്പോയി. ഇവരാണ് സൂരജ് വർമ്മ IPS. രുദ്രന്റെ സഹപാഠിയും മരിച്ചുപോയ അവന്റെ അച്ഛന്റെ സഹോദരന്റെ മകനുമാണ്. രുദ്രന്റെ ഏത് ഓപ്പറേഷനിലും അവന്റെ സഹായിയെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റിൽ സൂരജിന് നല്ല പേര് തന്നെയാണ്. രുദ്രൻ ക്ഷിപ്രകോപിയും എടുത്തുചാട്ടക്കാരനാണെങ്കിൽ സൂരജ് നേരെ തിരിച്ചാണ്. അവനെല്ലാം സൗമ്യതയിൽ കൂടിയാണ് കൈകാര്യം ചെയ്യുക. എങ്കിലും രുദ്രനെ അസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ സൂരജിന് ഒരുപാട് ഇഷ്ടമാണ്. ഒരു വാഹനാപകടത്തിൽ സൂരജിന് തന്റെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടു, ഒപ്പം ആകെയുള്ള ഒരു അനിയത്തിയെ. ആയതുകൊണ്ട് തന്നെ രുദ്രൻ അവനോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ എപ്പോഴും കാണും. ഇടയ്ക്ക് രുദ്രന്റെ ഒപ്പം തങ്ങളുടെ തറവാട്ടിൽ പോയി നിന്ന് രുദ്രന്റെ അമ്മ, അതായത് സൂരജിന്റെ വല്യമ്മ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നതാണ് സൂരജിന്റെ പ്രധാന ഹോബി. രുദ്രനെ കുറിച്ചുള്ള ഓർമ്മകളിൽ സൂരജിന്റെ ചുടികളിൽ ഒരു പുഞ്ചിരി വിടർന്നു. പിന്നീട് എന്തോ ഓർത്ത പോലെ സൂരജ് രുദ്രനോട് ചോദിച്ചു, അല്ല നീ തറവാട്ടിലേക്ക് പോകുന്നില്ലേ? അവിടുന്ന് അമ്മായി വിളിച്ചിരുന്നു, നീ എപ്പോഴാ തിരികെ എത്തുകയെന്ന് ചോദിച്ചു. തറവാട്ടിലെ ഉത്സവം കൂടിയേറാനായി. അതിന് ഇവനെ കൊണ്ട് എടാ അവിടുന്ന് എല്ലാവരും വിളിച്ച് ചോദിക്കുന്നുണ്ട് നീ എപ്പോഴാ എത്തുകയെന്ന്. അല്ല ഞാൻ അറിയാൻ പാടാതുകൊണ്ട് ചോദിക്കാം, തൃക്കോട്ട് കൊട്ടാരത്തിൽ ഇളമുറ തമ്പുരാൻ എന്തിനാണാവോ ഈ സർക്കാർ ജോലി? ഡാ നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇപ്പൊ സുഖമായിട്ട് ഒരു ജോലി എടുക്കാൻ 4 നേരം ഭക്ഷിച്ച് കിടന്നുറങ്ങുന്നുണ്ടാവും. നീയോ കോടാനുകോടി ആസ്തിയുള്ളവനാ, എന്നിട്ട് ഗവൺമെന്റിന്റെ കീഴിൽ നിന്ന് അവിടെ ആട്ടും തുപ്പും കേട്ടിരിക്കുന്നു. യോഗല്ല അമ്മണിയേ, സൂരജ് അവനെ നോക്കിക്കൊണ്ട് സ്വയം പറഞ്ഞു. സൂരജ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും രുദ്രന്റെ മുഖത്ത് അപ്പോഴും ഗൗരവഭാവം തന്നെയായിരുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കിയുള്ള മദ്യം വായിലൊഴിച്ചുകൊണ്ട് ഗ്ലാസ് എടുത്ത് സൂരജിന്റെ കയ്യിൽ കൊടുത്ത് രുദ്രൻ പതി എഴുന്നേറ്റെന്ന് തന്റെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്തു. പിന്നീട് അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു, നീ പറഞ്ഞ ശരിയാ സൂരജ്, ഈ തമ്പുരാന് ഒരു IPS ഓഫീസർ ആവാനുള്ള ആഗ്രഹം വളരെ വലുതാ. അവിടെ പണത്തിനല്ല ഞാൻ പ്രാധാന്യം നൽകുന്നു, സേവനത്തിനാ. പിന്നെ നീയല്ല ഞാൻ, അതും കൂടി ഓർക്കണം. അവനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് തന്റെ കാറിന്റെ ചാവിയും എടുത്ത് രുദ്രൻ നടന്നു നീങ്ങി. പിന്നീട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു, ഈ പറയുന്ന നീ ഒരു തമ്പുരാനല്ലേ? കോവിലകത്തെ സ്വത്തിൽ നിനക്ക് അവകാശമുണ്ടല്ലോ, പിന്നെന്തിനാ നിനക്ക് ഈ IPS ജോലി? അത് പിന്നെ എടാ ഞാൻ ഒരു വളിച്ചു ചിരിയാലെ സൂരജ് രുദ്രനെ തന്നെ നോക്കി നിന്നു. അതിന് മറുപടി എന്നോണം സൂരജിനെ ഇരുത്തി നോക്കിക്കൊണ്ട് രുദ്രൻ നടന്നകന്നു. ഭാഗ്യം, ഞാൻ കരുതി കാലൻ എന്റെ പല്ല് അടിച്ച് പൊഴിക്കുന്നു. ഇന്ന് എന്തു പറ്റി? ശാന്തമായിട്ടാണല്ലോ സംസാരിച്ച്. സാധാരണ 2 തെറിയെങ്കിലും വിളിക്കും. എന്താണാവോ? സൂരജ് തറയിൽ തടവിക്കൊണ്ടെന്ന് ആലോചിച്ചുകൊണ്ട് രുദ്രന്റെ അടുത്തേക്ക് വെച്ച് പിടിച്ചു. എടാ രുദ്ര, ഞാൻ ഇന്നത്തെ നിന്റെ കോട്ട കഴിഞ്ഞു. നിന്റെ മേൽ ഞാൻ കൈവെക്കാത്തത് നിനക്ക് ഉളുപ്പില്ലെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. നാളെ ഷാർപ്പ് 10 മണിക്ക് ഹെഡ് ക്വാർട്ടേഴ്സിൽ എത്തിയിരിക്കണം. യൂണിഫോം വേണ്ട, അൺഓഫീഷ്യലായിട്ട് വന്നാൽ മതി, ഞാൻ ലീവാ. അത്രയും പറഞ്ഞ് അവനെന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് രുദ്രൻ തന്റെ കാർ സ്റ്റാർട്ട് ചെയ്ത് പോയി. വിജനമായ ഹൈവേയിലൂടെ വണ്ടി ഓടിച്ച് പോവുകയാണ് രുദ്രൻ. പെട്ടെന്നാണ് അവന്റെ മുമ്പിലായ ഒരു ബ്ലാക്ക് സ്കോർപ്പിയോ വണ്ടി വന്ന് നിർത്തിയത്. അതിൽ നിന്നും ഗുണ്ടകളെന്ന് തോന്നിക്കുന്ന 4 പേര് പുറത്തേക്ക് ഇറങ്ങി. അല്പസമയം രുദ്രൻ അവരെ തന്നെ നോക്കിയിരുന്നു. പിന്നീട് അല്പം മുശിച്ചിലൂടെ തന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങി അവരെ നോക്കി. എന്തു വേണം? രുദ്രദേവിന്റെ ഗാംഭീര്യ ശബ്ദം പ്രകൃതിയെപ്പോലും പിടിച്ചു കെട്ടാൻ കീഴ്പ്പുള്ള ഒന്നായിരുന്നു. ഞാൻ ജോസാണ് സാറേ, കൊച്ചിയിലെ പുതിയ കൊട്ടേഷൻ ടീമാ. വളച്ചിട്ടില്ലാതെ കാര്യം പറയാലോ, സാറിന്റെ 2 കാലം തല്ലിയൊടുക്കാൻ കൊട്ടേഷൻ എടുത്താ വന്നു. സാറ് മാനിയായിട്ട് ഞങ്ങളോട് സഹകരിച്ചാ പെട്ടെന്ന് പണി നിർത്തി ഞങ്ങളങ്ങ് പോയേക്കാം. ജോസ് അവൻ നോക്കിയൊരു ചിരിച്ചുകൊണ്ട് രുദ്രനോട് പറഞ്ഞു. ആഹാ, കൊട്ടേഷൻ ആയിരുന്നോ? എന്നാ അത് ആദ്യം പറയണ്ടേ? എനിക്കും വേഗം ക്വാർട്ടേഴ്സിലെത്താനുള്ളതാ. സംസാരിച്ചുകൊണ്ട് തന്നെ രുദ്രൻ തന്റെ ഇടത് കൈയിലായി കെട്ടിയ വാച്ച് അഴിച്ച് ജീപ്പിന്റെ അകത്തേക്ക് ഇട്ടു. ഉടുത്തിരുന്ന മുണ്ടൊന്ന് മടക്കി കുത്തിക്കൊണ്ട് നീണ്ട മുടികളെ മുകളിലേക്ക് മാടിയൊതുക്കി താടിയൊന്ന് ശരിയാക്കി മുമ്പിൽ നിൽക്കുന്നവരെ നോക്കി അവൻ പുഞ്ചിരിച്ചു. ഞാനിപ്പോ അവധിയില്ല, അതാ ഈ പുതിയ ലുക്കില്. അവരെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞ് ഒന്ന് പുഞ്ചിരിച്ചു രുദ്രൻ. ആ പുഞ്ചിരി ഒരു വന്യതയാർന്ന പുഞ്ചിരിയാവാൻ അധിക സമയം വേണ്ടി വന്നില്ല. അത്രയും നേരം പുഞ്ചിരിച്ചിരുന്ന ജോസിന്റെയും മുഖം മാറാൻ അധിക നേരം വേണ്ടി വന്നില്ല. തല്ലിക്കൊല്ലടാ എന്നാ മോനെ! അയാളുടെ പുറകിലായിരുന്ന 2 പേരോട് അവൻ ആക്രോശിച്ചത് കയ്യിലുണ്ടായിരുന്ന വടിവാളും കൊണ്ട് ആ 2 പേര് രുദ്രന്റെ അടുക്കിലേക്ക് പാഞ്ഞു ചെന്നു. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പെട്ടെന്ന് ജോസിന് മനസ്സിലായില്ല. അവൻ നോക്കുമ്പോൾ ഗുണ്ടകളിൽ ഒരാളുടെ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയേറിയ വാള് രുദ്രന്റെ കയ്യിലാണ് ഇപ്പോഴുള്ളത്. ഒരു നിമിഷം ജോസ് ആലോചിക്കുകയായിരുന്നു എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. ഗുണ്ടകൾ 2 പേര് അടുത്തേക്ക് ചെന്നു തന്റെ വലതുകാലം ഉയർത്തി രുദ്രനെ ചവിട്ടി വീഴ്ത്തി. പുറകോട്ട് മാളി വീഴാൻ പോയവന്റെ കയ്യിൽ നിന്ന് വാള് തെറിച്ച് വീണതും അത് ചാടി പിടിച്ചുകൊണ്ട് തന്റെ അടുത്ത് നിന്ന മറ്റൊരു ഗുണ്ടയെ തലങ്ങും വിലങ്ങും വെട്ടി വീഴ്ത്തിയവൻ.
ഗുണ്ടയുടെ ശരീരത്തിലും തെറിച്ച രക്തത്തുള്ളികളെല്ലാം രുദ്രന്റെ ശരീരത്തും മുഖത്തുമാകെ പടർന്നിരുന്നു. ഒരു നിമിഷം സ്വഭാവത്തിലേക്ക് വന്ന ജോസ് അറിയാതെ പേടിച്ചുകൊണ്ട് ഉമിനീരിറക്കി 2 അടി പുറകോട്ട് മാറി നിന്നുപോയി. ഈ സമയം ബാക്കിയുള്ള 2 ഗുണ്ടകൾ രുദ്രനെയും ജോസിനെയും മാറി മാറി നോക്കി. എന്തോ ഒരു ഉൾപ്രേരണയിൽ കയ്യിൽ വാൾ നിലത്തി അവർ 2 പേരും ആ 2 പേരും രുദ്രന്റെ വെടികൊണ്ട് ചത്തുമലച്ച് റോഡിൽ വീണു. കൂട്ടാളികളെല്ലാം ചത്തുമലച്ച് കിടക്കുന്ന കണ്ടെന്ന ജോസ് പിന്തിരിഞ്ഞു നോക്കിയത് കണ്ടു. തന്റെ തൊട്ടു മുമ്പിലായി 1 ഇഞ്ച് വ്യത്യാസമില്ലാതെ മുഖമെല്ലാം ചോരയിൽ കുളിച്ചിരിക്കുന്ന സാക്ഷാത് രുദ്രദേവ് IPS. സർ, ഒന്ന് ചെയ്യരുത്. ഞാൻ എനിക്ക് ഒരൊറ്റ ചോദ്യം, ഒരൊറ്റ ഉത്തരം. ആരാണ് എനിക്ക് ഈ കൊട്ടേഷൻ തന്നത്? അത് എനിക്ക് ഞാൻ ജോസ് താഴേക്ക് നോക്കുമ്പോൾ അവന്റെ വയറിലൂടെ അഗ്നിയുടെ കയ്യിലുണ്ടായിരുന്ന വടിവാൾ കയറിയിരുന്നു. അയാൾ ശരീരം വിറച്ചുകൊണ്ട് തന്നെ 2 അടി പുറകോട്ട് നീങ്ങിയതും അയാളുടെ വയറിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിച്ചു, അതിനുള്ള ഒരു ഉത്തരമല്ല എനിക്ക് നീ തന്നത്. ഇനി നീ പറയണ്ട. ഞാൻ തേടുന്നവൻ എന്റെ അടുക്കിലേക്ക് എത്തിച്ചേർന്നോളൂ. അപ്പോ ഗുഡ് ബൈ. അവസാന ശ്വാസം വലിച്ച് ജോസ് കണ്ണടക്കുമ്പോൾ തന്റെ മുന്നിൽ ഒരു രാക്ഷസനെ പോലെ നിൽക്കുന്ന രുദ്രദേവനെ അവൻ അപ്പോഴും അവസാനമായി കാണുന്നുണ്ടായിരുന്നു. ഈ രുദ്രന് നേരെ പടപ്പുറപ്പാടും കൊണ്ട് ഇറങ്ങിയവൻ ഏതവനാണെങ്കിലും അവന്റെ അന്ത്യം അത് എന്റെ ഈ കായ് കൊണ്ട് തന്നെ ആയിരിക്കും. ജീപ്പിന്റെ ബോണ്ടിൽ ശക്തമായി അടിച്ചുകൊണ്ട് രുദ്ര അലറിക്കൊണ്ട് സ്വയം പറഞ്ഞു. ദേഷ്യത്താൽ അവൻ ആ സമയം കിടന്ന് വിറക്കുന്നുണ്ടായിരുന്നു. ശക്തമായ ഇടിയും മിന്നലും മഴയിലും രുദ്രനാകെ നനഞ്ഞു കുളിച്ചു പോയിരുന്നു. മുന്നിൽ കിടക്കുന്ന 4 ശവങ്ങളെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് അവൻ സൂരജിന്റെ നമ്പർ ഡയൽ ചെയ്തു. സൂരജ്, സ്ട്രീറ്റ് നമ്പർ 16, 4 പേർ. അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. നെറ്റിലായി വീണ് കിടക്കുന്ന നീണ്ട മുടികളെ പുറകിലേക്ക് മാടിയൊതുക്കി അവൻ ജീപ്പിൽ കയറി അവിടുന്ന് ചീറിപ്പാഞ്ഞു പോയി.